വന നിയമ ഭേദഗതിയിൽ മാറ്റമുണ്ടാകുമെന്ന് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഇനി വനംവകുപ്പിന്റെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. കേരള കോൺഗ്രസ് എം നേരത്തെ എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും എ.കെ. ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇനി വനംവകുപ്പിന്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ഇനി ജനങ്ങൾ പറയുന്നത് കേട്ടിട്ട് അതുമായിട്ട് അത് പരിശോധിച്ചിട്ട് ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കുന്നതിനെക്കാട്ടിയും വലിയ മുൻകൂട്ടി അഭിപ്രായം എന്തിനാണ് പറയുന്നത്? ഇപ്പോൾ പുറപ്പെടുവിച്ചുള്ള കരട് ബില്ലിൽ ജനവിരുദ്ധതയുണ്ടെന്ന് ഒരാക്ഷേപം വന്നിട്ടുണ്ട്. ചില കോണുകളിൽ നിന്ന് അതിനെപ്പറ്റി വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് വേറൊരു ചർച്ചയില്ലല്ലോ. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, വന നിയമ ഭേദഗതിയിൽ മാറ്റമുണ്ടാകുമെന്ന് വ്യക്തമാക്കിയ വനംവകുപ്പ് മന്ത്രി മറ്റെന്തെല്ലാം കാര്യങ്ങൾ കൂടിയാണ് ഈ വിഷയത്തിൽ കൂട്ടിച്ചേർത്തത്? രോഹിണി, വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കരട് പ്രസിദ്ധീകരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ പ്രതികരണങ്ങളുമാണ് വന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കരട് ബില്ലിൽ മാറ്റമുണ്ടാകുമെന്നൊരു കാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ബില്ല് നിയമസഭയിലേക്ക് പോയിട്ടില്ല. നിയമസഭയിൽ പോകുന്നതിന് മുന്നെയാണ് ഇത്തരത്തിൽ കരട് പ്രസിദ്ധീകരിക്കുന്നത്. കരട് പ്രസിദ്ധീകരിക്കുന്നത് തന്നെ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾക്കും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പുകൾ ഈ വിഷയത്തിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കരടുകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇത് ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ വനം വകുപ്പിന്റെ വ്യക്തിപരമായ ആവശ്യമോ വനം വകുപ്പിന്റെ പിടിവാശിയോ മുന്നിൽ വെക്കേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ടതായിട്ടില്ല. ജനങ്ങളുടെ വിഷയങ്ങൾ, ജനപ്രതിനിധികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് കരടിൽ മാറ്റം വരുത്തിക്കൊണ്ട് വന നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ ആവശ്യം. ഈ മാസം 17-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കും. ഈ നിയമസഭാ സമ്മേളനത്തിൽ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് നൽകിയിരിക്കുന്ന അധികാര പരിധിയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത്. കാരണം ഏറ്റവും താഴെ റാങ്കിൽ വരുന്ന ഒരു ബീസ്റ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് പോലും ഇത്തരത്തിൽ വനത്തിനുള്ളിൽ അതിക്രമിച്ച് കയറുന്നവരെ അല്ലെങ്കിൽ വനത്തിനുള്ളിൽ വനനിയമവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകുന്നുണ്ട്. ഈ അധികാരമാണ് പലയിടത്തും ചർച്ചയായിട്ടുള്ളത്. ആ ചർച്ചയിലാണ് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതിൽ പരിഹാരമായിട്ടുള്ള മറ്റ് വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ബില്ലുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് താമരശ്ശേരി ബിഷപ്പ് ഉന്നയിച്ച ഒരു വിമർശനമാണ്. ഈ വിമർശനത്തിന് മറുപടിയായിട്ട് പറഞ്ഞത്, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ആർക്കും വിമർശനങ്ങൾ ഉന്നയിക്കാം, തന്നെ പറ്റിയോ താൻ ചുമതലയിലിരിക്കുന്ന വകുപ്പിനെ പറ്റിയോ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. വനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ചില സംഘടനകൾ അതിനെ ആയുധമാക്കി മാറ്റുന്നുണ്ടെന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ പരാമർശം, കേരള കോൺഗ്രസ് മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന് അത് പുറത്തു പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കേരള കോൺഗ്രസ് എം നേരത്തെ ഈ വനഭേദഗതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്ന സമയത്ത് എതിർപ്പ് അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെ എതിർപ്പുകൾ അല്ലെങ്കിൽ എന്ത് തന്നെ വിഷയങ്ങൾ ഉണ്ടായാലും അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. മുഖ്യമന്ത്രി അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ദോഷകരമായി മാറുന്ന രീതിയിൽ ബില്ലുമായി മുന്നോട്ട് പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ബില്ലിൽ നൽകിയിരിക്കുന്ന വ്യവസ്ഥകൾ പ്രധാനപ്പെട്ട ഈ ബീസ്റ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ അധികാര പരിധി ഉൾപ്പെടെ എടുത്ത് മാറ്റാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. രോഹിണി, ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.